ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു, പക്ഷേ ഇതൊരു ഗ്രേവി ടൈപ്പ് അല്ല, നമുക്ക് കുറച്ച് ഡ്രൈ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന. പിന്നെ ഈ റെസിപ്പി വെള്ളപ്പത്തിൻ്റെ കൂടിയും നമുക്ക് പൊറോട്ടേൻ്റെ കൂടിയും ചോറിൻ്റെ കൂടിയും പത്തിരീൻ്റെ കൂടിയും എല്ലാത്തിൻ്റെ കൂടിയും നമുക്ക് സിങ്കായി പോകുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എന്നാൽ നല്ല ഫ്ലേവറിലുള്ള ഒരു റെസിപ്പി. ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ ഞാനൊരു 1/2 കിലോ ചിക്കനാണ് എടുത്തത്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തത്. ഒരു 1.5 ടേബിൾ സ്പൂൺ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും. നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് കൂടി യൂസ് ചെയ്യാം, പക്ഷെ ഞാൻ ഇപ്പോൾ എടുത്തിട്ടില്ല അങ്ങനെ. പിന്നെ ഇതിനായിട്ടൊരു മസാല ഉണ്ടാക്കണം. അതിന് 2 ടേബിൾ സ്പൂൺ മല്ലിയിലേന്ന് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി ഞാൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ ജീരകം ഉണ്ടല്ലോ, വലിയ ജീരകം, ആ ജീരകം കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈ പൊടിയാണ് നമ്മൾ മസാല ചിക്കൻ യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഇതിൻ്റെ പൊടി എടുക്കാൻ പറ്റും, പൊടിയായിട്ട് നമ്മൾ കയ്യിലുണ്ടെങ്കിൽ അത് ചെയ്യാം. പക്ഷെ കുറച്ചുകൂടി ടേസ്റ്റും സ്മെല്ലും ഫ്ലേവറെല്ലാം കൂടുതൽ ഇങ്ങനെ എടുക്കുമ്പോഴായിരിക്കും. അങ്ങനെ അതൊന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊരു കേരള ഡിഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ കടുക് പൊട്ടിക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ്, അതിൻ്റെ ഫ്ലേവർ ശരിക്കും നാടൻ ഒരു ടേസ്റ്റ് വരിക നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ. പിന്നെ അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ഗാർലിക്കും 1 ടേബിൾ സ്പൂൺ ജിഞ്ചറും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ ആസ് യൂഷ്വൽ കറിവേപ്പില യൂസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഗാർലിക്കിൻ്റെ ജിഞ്ചറിൻ്റെ സ്മെല്ല് മാറി വരുന്ന സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും ഈ ചിക്കൻ്റെ വെള്ളമെല്ലാം ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ചിക്കൻ തുറന്ന് വെക്കുമ്പോൾ ചിക്കനിലെ വെള്ളമെല്ലാം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഞാൻ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ തന്നെ ഇവിടെ വീട്ടിൽ തയ്യാറാക്കുന്ന മസാലയാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മസാലാസ് ഉണ്ടല്ലോ, മല്ലിയും ജീരകവും കുരുമുളകും, അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഞാനിവിടെ 2 സവാളയാണ്, മീഡിയം സവാളയാണ് നന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് അതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്നെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ എല്ലാം നന്നായിട്ട് വെന്ത് ഉള്ളിയും പിന്നെന്താ നമ്മുടെ മസാലാസ് എല്ലാം നന്നായിട്ട് ചിക്കനിൽ പിടിച്ച് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ഡിഷ് റെഡിയാണ്.
ഇനി വേണമെങ്കിൽ കുറച്ചുകൂടി ഗ്രേവിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ അതൊരു ഗ്രേവി ആയിട്ട് യൂസ് ചെയ്യും. പക്ഷേ ഇതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഡ്രൈ ആയിട്ട് കഴിക്കുമ്പോൾ. അങ്ങനെ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കുക. ആ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.